ഹരേ കൃഷ്ണ. കൃഷ്ണഭക്തി ഉണ്ടാവണമെങ്കിലും ഭഗവത് നാമം ജപിക്കണമെങ്കിലും ജന്മജന്മാന്തരങ്ങളുടെ സുഹൃതം തന്നെ വേണം. ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ളതെല്ലാം അത്ഭുതങ്ങളാണ്. ഭഗവാൻ ഓരോ ലീലകളും നമ്മുടെ മുന്നിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അനവധി ലീലകളാടുന്ന കള്ളക്കണ്ണനല്ലേ. ചിലപ്പോൾ നമ്മൾ എത്ര സങ്കടം പറഞ്ഞാലും കേട്ടാലും കേൾക്കാത്ത ഭാഗത്തിൽ ഊറി ഊറി ചിരിക്കും. ചില നേരങ്ങളിലോ കണ്ണുകൾ ഒരു സങ്കടപ്പുഴയായി ഒഴുകുന്ന സന്ദർഭങ്ങളിൽ ആ കുഞ്ഞിക്കൈകളാൽ അവ തുടച്ചു മാറ്റും. സ്വർണം കുഴിച്ചെടുക്കുമ്പോൾ അത് പലവിധ മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കും. അത് അഗ്നിയിലിട്ട് സ്ഫുടം ചെയ്താലേ ശുദ്ധമായ തങ്കമാവുകയുള്ളൂ. മനുഷ്യ ജീവിതത്തിൽ വിഷമങ്ങളും സങ്കടങ്ങളും തരുമ്പോൾ ഭഗവാനെ അങ്ങ് മുറുക്കെ പിടിക്കുക. പരീക്ഷിക്കും, എന്നാലും ആ പാദങ്ങളിൽ ചെന്ന് അഭയം പ്രാപിക്കുക. കൈവിടില്ല. പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പണ മനസ്സെപ്പോഴും ഉണ്ടാകണം. പണ്ഡിതനിലും പാമനരിനും ഒരുപോലെ പ്രേമമലർത്തുന്നതാണ് ഭഗവാന്റെ രൂപം. ഭക്തദാസനുമാണ് ഭഗവാൻ. ഭക്തനു വേണ്ടി തൻ്റെ പ്രതിജ്ഞ പോലും ലംഘിക്കാൻ തയ്യാറായതാണ് ഭഗവാൻ. ഭീഷ്മ അർജുന യുദ്ധം നോക്കുക. വേണു ഗാനം അനങ്ങുന്നതിനെ നിശ്ചലമാക്കും, അനങ്ങാത്തതിനെ ചലിപ്പിക്കും. ഒരു ഭക്തനെ ഭഗവാൻ കൃഷ്ണൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയാമോ? ആ ഭക്തൻ്റെ ജീവിതം ഉലയാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കാം ഭഗവാൻ കൃഷ്ണൻ ആ ഭക്തനെ സ്നേഹിച്ചു തുടങ്ങി. നമ്മൾ പറയാറില്ലേ, കൃഷ്ണഭക്തർക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒറ്റപ്പെടലുമൊക്കെയായി ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന്. അതെന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ഒരു വ്യക്തിയെ തൻ്റെ ഭക്തനായി തിരഞ്ഞെടുത്താൽ ആ ആളെ ഒന്ന് ഉടച്ചു വാർക്കും. ഒരു ശില്പി എപ്രകാരം ഒരു കല്ലിനെ ഉടച്ച് ശില്പമാക്കുന്നുവോ അപ്രകാരം ഭഗവാൻ ആ വ്യക്തിയുടെ ജീവിതത്തെ മനോഹരമാക്കുകയാണ് നോക്കുന്നത്. അത് തൻ്റെ പ്രിയപ്പെട്ട ഭക്തനാക്കുകയാണ്. അതുകൊണ്ട് പ്രയാസങ്ങളിൽ തളർന്നു പോവാതെ മനസ്സ് മടുക്കാതെ ഭഗവാനെ വിടാതെ പിടിക്കുക. എന്നും ഭഗവത് നാമങ്ങൾ ജപിച്ച് ഭക്തിയിൽ മുന്നേറുക. ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും സമാധാനിക്കുക. ഭഗവാൻ പ്രിയപ്പെട്ട ഭക്തനെ കഷ്ടപ്പാടുകളിലൂടെ ഉടച്ചു വാർത്ത് കൂടുതൽ ശക്തനാക്കുന്നു. ഈ പരീക്ഷണങ്ങളെല്ലാം ഭഗവാന്റെ അനുഗ്രഹമായി കണക്കാക്കേണ്ടത്. സർവം കൃഷ്ണാർപ്പണ നമസ്തു. പൊന്നുണ്ണി ഭഗവാന്റെ തൃപ്പാദത്തിൽ അടിയങ്ങളുടെ സാഷ്ടാംഗ പ്രണാമം.